പത്രപ്രവർത്തനത്തിലൂടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവർ വെക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ അന്തസ്സുറ്റ മാധ്യമപ്രവർത്തന പാരമ്പര്യം നാടിൻ്റെ ഭാവിക്ക് വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു രീതിയാണ് ആ മാധ്യമപ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചത്. പത്രങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിലെ പത്രങ്ങളുടെ ഈറ്റില്ലമാണ് കോഴിക്കോട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ 2 പത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് രൂപീകൃതമായ മാതൃഭൂമി ദിനപത്രം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും എതിരായ പോരാട്ടത്തിന് ശക്തി പകരാൻ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുമായി രൂപീകൃതമായ ദേശാഭിമാനി. ഇത് രണ്ടും ആരംഭിച്ചത് ഈ മണ്ണിലാണ്. അവയ്ക്ക് നേതൃത്വം കൊടുത്തത് KP കേശവമേനോനും EMS അതുപോലെയുള്ള അധികായർ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ അൽ-അമീനെയും നമുക്ക് മറക്കാവുന്നതല്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ സമ്പന്നമായൊരു മാധ്യമ ചരിത്രം നിലനിന്ന പ്രദേശമാണ് കോഴിക്കോട്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് പത്രപ്രവർത്തനം സാമൂഹികമായ ലക്ഷ്യത്തോടെയുള്ള ഒരു സേവനമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനായി സജ്ജരാകാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക. അതിനു പുറമെ അന്ന് നാട്ടിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അവയെല്ലാം എതിർക്കുന്ന ഉദാത്തമായ ലക്ഷ്യവും മലയാള പത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കൃത്യമായ ലക്ഷ്യത്തോടെയും വ്യക്തമായ സന്ദേശത്തോടെയുമുള്ള മാധ്യമപ്രവർത്തനമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമെന്തായിരുന്നു? പത്രപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഒരുപാട് ഭീഷണിയും പീഡനങ്ങളും നേരിടേണ്ടി വന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പത്രവും പ്രസ്സും സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ഇത് നേരിൻ്റെ പാതയിൽ ഉറച്ചു നിന്നതുകൊണ്ട് സംഭവിച്ചതാണ്. രാജാധികാരത്തിന് ഹിതകരമല്ലാത്ത വാർത്തകൾ എഴുതിയതിനാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പ്രബോധകൻ പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തത്. ഭരണകൂടത്തിൻ്റെ ദുഷ്ചെയ്തികൾ തുറന്നു കാട്ടിയതിനാണ് EMSൻ്റെ പത്രാധിപത്യത്തിലായിരുന്ന പ്രഭാതത്തിൻ്റെയും ലൈസൻസ് അന്നത്തെ മദിരാശി ഗവൺമെൻറ് റദ്ദ് ചെയ്തത്. ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു, പത്രം തന്നെ പൂട്ടിക്കുകയും ചെയ്തു. മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള പല പ്രമുഖ പത്രങ്ങൾക്കും അക്കാലത്ത് സമാനമായ അനുഭവങ്ങളുണ്ടായി. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾക്കിടയിലും ഭരണകൂടത്തോട് സന്ധി ചെയ്തു മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സത്ത പണയം വെക്കാൻ അക്കാലത്തെ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല. ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അതോടെ 4ാം തൂൺ എന്ന നിലക്ക് സർക്കാരുകൾക്കും ജനങ്ങൾക്കുമിടയിൽ വിശ്വസനീയമായ പാലമായി വർത്തിക്കേണ്ട മാധ്യമങ്ങൾ ആ നില ഫലപ്രദമായി തുടരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്.
പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ തെറ്റിയില്ല. ഒരു ഘട്ടം വരെ ആ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ആ ഘട്ടത്തോടെ ജനതാൽപര്യം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അധികാരികളുടെ വിനീത വിധേയരായി പല പ്രമുഖ മാധ്യമങ്ങളും മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു ഘട്ടം. പിന്നീട് വന്നൊരു ഘട്ടം ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം പല തലങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കി. മാധ്യമരംഗത്ത് വരുത്തിയ മാറ്റം വളരെ വലുതാണ്. അതോടെ മാധ്യമപ്രവർത്തനം വർദ്ധിച്ച തോതിൽ ബിസിനസ് മാത്രമാകുന്ന കാഴ്ചയിലേക്ക് ലോകത്താകെ ഏതാണ്ട് എല്ലാ മുഖ്യധാര വാർത്താ മാധ്യമങ്ങളും വൻകിട കോർപ്പറേറ്റുകളുടെ മൂലധന താൽപ്പര്യത്തെ പിന്തുടരാൻ തുടങ്ങി. പരസ്യത്തിനാണ് പ്രാധാന്യം. ആ പരസ്യങ്ങൾക്കിടയിൽ സ്ഥലമുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുക. ആ നിലയിലേക്ക് പത്രങ്ങൾ മാറുന്ന നിലവാണ്. ജനങ്ങളെ അല്ല പ്രധാനമായി കണ്ടത്. ജനങ്ങളുടെ സ്ഥാനത്ത് കമ്പോളത്തെ പ്രതിഷ്ഠിച്ചു. അതോടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മൂല്യബോധത്തിലും മാറ്റം വന്നു. 21-ാം നൂറ്റാണ്ടിൽ ലോകത്താകെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കരുത്താർജിക്കുന്നു. മാധ്യമങ്ങളുടെ ചിറകരിയുന്ന നിലയാണ് അവർ സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മഹാഭൂരിപക്ഷം ജനങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക അധികാരത്തെയും നീതിയെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ പ്രത്യേക രീതിയിൽ മൗനം പാലിക്കേണ്ടത്. ഭരണാധികാരികൾക്കുള്ള വാഴ്ത്തുപാട്ടുകൾ, വിപണിയുടെ സ്വതന്ത്ര വിഹാരം, ഇതിൽ മാത്രമായി മാധ്യമങ്ങളുടെ ശ്രദ്ധ. നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവകാശ സമരങ്ങൾ പല പ്രമുഖ മാധ്യമങ്ങൾക്കും വാർത്തയെ അല്ലാതായി മാറി. പൗരാവകാശങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട ചെയ്തികൾക്ക് നേരെ നിഷ്പക്ഷർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല മാധ്യമങ്ങൾക്കും ഇന്ന് നാവനക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ മെനക്കെടുന്നതും നമ്മൾ കാണുക. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെടുന്ന നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മാത്രമായി നിലനിൽപ്പില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പരിമിതമായ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുക എന്നതാണ് തീവ്ര വലതുപക്ഷ ഭരണകൂടങ്ങളുടെ അജണ്ട. അവർ നിരന്തരം നുണപ്രചരണങ്ങൾ, അപരവിദ്വേഷം, യുദ്ധവെറി ഇവയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം പ്രചരണങ്ങളിൽ അതേപടി പ്രസിദ്ധീകരിക്കാനും സംപ്രേഷണം ചെയ്യാനും തയ്യാറാകുന്നത് നല്ല മാധ്യമപ്രവർത്തനം തന്നെയാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഘട്ടമായി എന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട് രാജ്യത്ത് ഏറ്റവുമധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ മറ്റൊരു പ്രധാന കാരണം സ്വദേശാഭിമാനിയെയും കേസരിയെയും പോലുള്ള മഹത്തുക്കളുടെ പൈതൃകമാണ്. അവരുടെ സംഭാവനകളെ വിലമതിക്കുന്ന നാടാണിവിടെ. അവരുടെ സംഭാവനകളെ സർക്കാരും വിലമതിക്കുക. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഒരുതരം
ശത്രുതാ മനോഭാവം പല മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലേ എന്ന് അവർ സ്വയം പരിശോധിക്കാൻ പറ്റുമെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. പൊതുവെ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതുമാണ്. അത്തരത്തിൽ ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതുകൊണ്ട് ബേജാറാകുന്നതുകൊണ്ട് പറയല്ല. എന്നാലും നല്ല നാളേക്ക് അത്തരമൊരു പരിശോധന നല്ലതാണ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ഇടതുപക്ഷ പ്രവർത്തകരെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് ചില മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ വാർത്താവതാരകൻ കേരളത്തിലെ പ്രമുഖനായൊരു ട്രേഡ് യൂണിയൻ നേതാവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് തന്നെ ആക്ഷേപമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു വാചകമല്ലേ ആ വാക്കുകൾ? അങ്ങനെ പറയാൻ സാധാരണഗതിയിൽ സ്വാതന്ത്ര്യമുണ്ട്. വിമർശിക്കാം, നിലപാടുകളെ വിമർശിക്കാം, കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിധി വേണ്ടേ? ആരെയും ആക്ഷേപിക്കൽ, പുച്ഛിക്കൽ അത് മാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന് ഇത്തരം ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ, അത്തരം ആളുകളും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രശ്നങ്ങളെ സ്വതന്ത്ര മനസ്സോടെ വിലയിരുത്തേണ്ടതാണ് മാധ്യമങ്ങൾ. എന്നാൽ പലപ്പോഴും കൃത്യമായ പക്ഷപാതിത്വത്തോടെ ഇടപെടുന്ന നിലയുണ്ടാവുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഘട്ടത്തിൽ, രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ പഞ്ചവത്സര പദ്ധതി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് മാധ്യമങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട്. പഞ്ചവത്സര പദ്ധതിയിൽ ഏതേത് മേഖലകൾക്കാണ് ഊന്നൽ നൽകേണ്ടത്, മാത്രമല്ല ഏതേത് ധനവ്യവസായങ്ങൾക്ക് ഈ പുതിയ കാലത്ത് പ്രാധാന്യം നൽകണം, ഇതിനെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പത്രങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു, പത്രപ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനാണ് ആ കാലത്ത് നേതൃത്വം കൊടുത്തിരുന്നത്. എന്നാൽ നാടിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, വ്യക്തി താൽപ്പര്യങ്ങൾ നാടിൻ്റെ വികസനമെന്ന മഹാലക്ഷ്യത്തിന് മുന്നിൽ രണ്ടാം സ്ഥാനമേ അർഹിക്കുന്നുള്ളൂ എന്ന ബോധം പൊതുവെ പടർത്തുക, വികസനത്തിന് എതിര് നിൽക്കുന്ന സ്ഥാപിത ശക്തികളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ തുറന്നു കാട്ടുക. എല്ലാ കാലത്തും വികസന കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിര് നിൽക്കുന്ന ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുണ്ടാകും. ആ കാലത്ത് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ച നിലപാട് ആ നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരുന്നു. അവരുടെ കുത്തിത്തിരിപ്പുകൾക്കെതിരെ ജനവികാരം രൂപപ്പെടുന്നതിനാണ് മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ വികസനോന്മുഖ പത്രപ്രവർത്തനം ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് സഹായകരമായ രൂപത്തിൽ രൂപപ്പെട്ടു എന്നതാണ് ആ കാലം തെളിയിക്കുന്നത്. മാധ്യമങ്ങൾ അത്തരമൊരു വിശാലമായ കാഴ്ചപ്പാടോടെ ഇടപെടൽ നടത്തിയതുകൊണ്ട് കൂടിയാണ് ബീരായി സ്റ്റീൽ പ്ലാന്റ് പോലുള്ള പടുകൂറ്റൻ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നത്. അത്തരം വ്യവസായശാലകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി?
ഇപ്പോൾ റെയിൽവേ, നാഷണൽ ഹൈവേ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചതല്ലേ. ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ നോക്കിയാൽ ചില പ്രധാനപ്പെട്ട റോഡുകൾ, ഇപ്പോൾ MC റോഡ്, അതില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? FACT, ടൈറ്റാനിയം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്താകും സ്ഥിതി? അപ്പം ഇതെല്ലാം വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ കുടുംബത്തിന്, ഓരോ കൂട്ടർക്ക് വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കല്ല അന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ആവശ്യമാണ്. ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ചർച്ചിൻ്റെ തന്നെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ നമ്മുടെ നാടിന് തന്നെ മാതൃകയാകത്തക്ക രീതിയിൽ ചർച്ച് ഇടപെട്ടത്. പല ആരാധനാലയങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ വികസന പദ്ധതികൾ വരുമ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ട് സ്വാഭാവികമായി ഉണ്ടാകും. ആ ബുദ്ധിമുട്ടായി കിടന്നോട്ടെ, അവർ കൂടുതൽ ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ആ ബുദ്ധിമുട്ട് കണ്ട് ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഫലപ്രദമായി ഇടപെടുക. അവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നുണ്ടാകാം, കിടപ്പാടം നഷ്ടപ്പെടുന്നുണ്ടാകാം, കട നഷ്ടപ്പെടുന്നുണ്ടാകാം, തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പുനരധിവാസം ഉറപ്പുവരുന്നു. ഉള്ളതിൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിക്കും വിധം പുനരധിവാസ പദ്ധതി വരുന്നു. സ്വാഭാവികമായും നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അതല്ലേ മുൻതൂക്കം കൊടുക്കേണ്ട കാര്യം? അതിനുവേണ്ടിയല്ലേ ശബ്ദിക്കേണ്ടത്? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഒരാൾക്ക് പോലും കമ്പോള വിലക്ക് താഴെയുള്ള വിലയല്ല, അതിൻ്റെ ഇരട്ടി, അതുക്കും മേലെ എന്ന് പറഞ്ഞില്ലേ, ആ മട്ടിലാണ് ഇപ്പോൾ ഈ വില നിശ്ചയിക്കുന്ന നില. വികസന പത്രപ്രവർത്തനം എന്നത് കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹത്തിൽ വലിയൊരു വിഭാഗം പാടെ ഉപേക്ഷിച്ച മട്ടാണ്. ഇത് നാം ഗൗരവമായി ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കൂട്ടരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒന്നല്ല ഇത്. നാടിൻ്റെ ഭാവി പ്രധാനമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടതാണ് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള കുത്തിത്തിരിപ്പുകൾക്ക് ഇടം നൽകുന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ മാറാൻ പാടില്ല. അത് പത്രമായാലും ചാനലുകളായാലും എല്ലാം ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം എടുത്താൽ ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക റെയിലിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടമുണ്ടായി. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, കുറച്ച് മുമ്പ്. ആ ഘട്ടത്തിൽ ആഴ്ചകളോളം അത് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പേജുകൾ അടിച്ചിറക്കിയ പത്രം തന്നെ ചെറിയ ചില മാറ്റങ്ങൾ ചില മേഖലകളിലൊക്കെ ഉണ്ടായപ്പോൾ അതേ ആശയത്തെ അതിശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് മാറുന്നത്? അപ്പോൾ അന്ന് അത്തരമൊരു പദ്ധതിയെ അനുകൂലിക്കാൻ കഴിഞ്ഞ മാധ്യമത്തിന് പിന്നീട് നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ എന്തേ എതിർക്കാനുള്ള മനസ്സ് വരുന്നത്? അപ്പോൾ നാം കാണേണ്ടത് വികസനം സ്തംഭിപ്പിക്കുന്നവരുടെ മെഗഫോണായി മാറലല്ല മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ ചെറിയ ചില കാര്യങ്ങൾ അത് വല്ലാതെ ഊതിപ്പെരുപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം.
കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് സെക്രട്ടേറിയറ്റിൽ ഒരു ചെറിയ അഗ്നിബാധയുണ്ടായി. അത് അഗ്നിബാധ ഉണ്ടായതിൻ്റെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു സംഭവം. അപ്പോൾ അഗ്നിബാധ ഉണ്ടായി എന്ന് കേട്ട ഉടനെ എന്തായി, അവിടെ ഫയലുകൾ നശിപ്പിക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പിന്നെ അതിൻ്റേതായ നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ, നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കഥകൾ പടച്ചു വിടുകയാണ്. ഭയങ്കര സെൻസേഷണൽ ന്യൂസ്. അവസാനം എന്തായി, ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഫയൽ കത്തിയോ? ഈ തരത്തിലാണോ മാധ്യമപ്രവർത്തനം പോകേണ്ടത്? പോട്ടെ, ഒരു തെറ്റിദ്ധാരണ അന്നുണ്ടായി, ഈ ഫയലെല്ലാം കത്തിപ്പോയി എന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ വസ്തുത മനസ്സിലായി, ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയി, ഇതാണ് സംഭവിച്ചത്, ഒന്നും കത്തിയിരുന്നില്ല എന്ന സത്യം, യാഥാർത്ഥ്യം നാടിനോട് തുറന്നു പറഞ്ഞു. മറ്റേതിനു വേണ്ടി വലിയ പേജുകൾ നീക്കിവെച്ചവർ. ഈയൊരു രീതിയാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. സ്വയമേവ പരിശോധിക്കണം. കാരണം നമ്മളെപ്പോഴും നവീകരിക്കപ്പെടണം. നമ്മൾ നേരത്തെ ഉള്ളതിൽ നിന്ന് കൂടുതൽ നവീകരിച്ച നിലയിലേക്കാണ് പോകേണ്ടത്, അതിൽ നിന്ന് അധോഗതിയിലേക്കല്ല. അപ്പോൾ സ്വയം പരിശോധന, അതിൻ്റെ ഭാഗമായുള്ള തിരുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് മാധ്യമപ്രവർത്തകർ, അവരുടെ സംഘടനകൾ എല്ലാം കൂടി തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇവിടെ സമരങ്ങൾ നമ്മൾ ചില ഘട്ടത്തിൽ നല്ല രീതിയിൽ വാർത്തയായി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരവരുടെ താല്പര്യമനുസരിച്ച് ചിലപ്പോൾ വാർത്തയുണ്ടായി എന്ന് വരാം. ഇവിടെ അടുത്ത നാളിൽ ഒരു വാർത്ത വന്നത്, ഒരു കുഞ്ഞിനെയും കൊണ്ട് സമരരംഗത്തൊരു സ്ത്രീ വന്നു. അപ്പോൾ ആ വാർത്തയിൽ നമ്മൾ കണ്ടതെന്താ, ആ സ്ത്രീയെ വല്ലാതെ മഹത്വവൽക്കരിക്കുന്നതാണ്. കുഞ്ഞിനെയും കൂട്ടി വന്നതിനെ കുറിച്ചൊന്നും പറയാനില്ല. സാധാരണ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? കുഞ്ഞുങ്ങളെ സമരരംഗത്ത് കൂട്ടിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സാധാരണ എടുക്കുന്നൊരു നിലപാടില്ലേ? ഇവർക്കുണ്ടായ പീഡനത്തെപ്പറ്റി വല്ലാതെ വിവരിക്കുന്നതായിട്ട് കേട്ടു. പക്ഷെ അവർ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ആ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവർ സ്വതന്ത്രയായിട്ടാണല്ലോ. ഒരു തരത്തിലുള്ള പീഡനവും അവർക്ക് ഏൽക്കേണ്ടി വന്നില്ല. അപ്പോൾ സമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായില്ലല്ലോ. ചില സമരങ്ങളെ നേരിടുന്ന ഘട്ടത്തിൽ വെടിവെപ്പ്, ആളുടെ മരണം, മുത്തങ്ങ ഓർത്തു നോക്കി, പാവപ്പെട്ട ആദിവാസികളായിരുന്നിട്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടല്ലോ. അത് അടിച്ചമർത്തലായി കാണാത്ത പത്രങ്ങളുണ്ട്. അവരാണ് ഇതിനെ വലിയ തോതിൽ അടിച്ചമർത്തലായി ചിത്രീകരിക്കുന്നത്. അപ്പോൾ പക്ഷപാതിത്വം ഏത് രീതിയിൽ വരുന്നു? ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് ശരിയായ രീതിയാണോ എന്നത് സ്വയമേവ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ വികസനം ഏതൊരു സർക്കാരും ബാധ്യതപ്പെട്ട ഒന്നാണ്. ഞാൻ ചില വേദികളിൽ ഈ അടുത്ത നാളുകളിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയും, അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വികസനം നമുക്ക് യഥാർത്ഥ സമയത്ത് നടത്താനായില്ല. അതുകൊണ്ട് ഉണ്ടായതെന്താ? നാഷണൽ ഹൈവേ വികസനം വൈകിയെന്ന് മാത്രമല്ല, 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. അപ്പോൾ അവർ പറയാണ്, നിങ്ങളുടെ നാട്ടിൽ വലിയ വിലയാണ് ഭൂമി, അതുകൊണ്ട് നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരണം. ആര്? സംസ്ഥാന സർക്കാർ. അപ്പം ഞങ്ങൾ ചോദിച്ചു, അതെന്താ? രാജ്യത്താകെ നിങ്ങളല്ലേ ഭൂമി എടുക്കുന്നത്, കേരളത്തിന് മാത്രം കേരളം ഭൂമി എടുക്കണം എന്ന് പറയുന്നത് എന്താണ്? തർക്കമായി. ആ തർക്കം കുറേ നാൾ നീണ്ടു നിന്നു. തർക്കം നീളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നാഷണൽ ഹൈവേ വികസനം സാധ്യമാകാതെ വരും.
അവസാനം പിന്നെ ഗഡ്കരിയായിരുന്നു അതിൻ്റെ മന്ത്രി. അദ്ദേഹം നല്ലൊരു ഹൃദയവിശാലതയോടെ കാര്യങ്ങൾ കാണുന്നയാളാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഒരു ഒത്തുതീർപ്പിലെത്തി. 20% സംസ്ഥാന സർക്കാർ നൽകും. ആ 20% ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്താണ് ഭൂമി എടുക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ യഥാർത്ഥ സമയത്ത് നടപ്പാക്കാത്തതുകൊണ്ട്, യഥാർത്ഥ ഘട്ടത്തിൽ ഭൂമി എടുക്കാത്തതുകൊണ്ട്. ഭൂമി എടുത്തിരുന്നുവെങ്കിലോ നേരത്തെ നാഷണൽ ഹൈവേ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരാൾ നാട്ടിൽ കാണാനിടയായി. കോഴിക്കോട് നിന്ന് തലശ്ശേരി എത്താൻ 3 മണിക്കൂർ. ഇതല്ലേ അവസ്ഥ? നമ്മുടെ നാടിൻ്റെ നിലയല്ലേ അത്? ഇന്നലെ പറഞ്ഞാണ്. നേരത്തെ ഒരാൾ പറഞ്ഞത് 4 മണിക്കൂർ എന്നാണ്. ഒരു മുൻപിലൂടെ അനുഭവം. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു കൂട്ടർ എതിർക്കുന്നു. ആ എതിർക്കുന്നത് കൊണ്ട് മാത്രം പദ്ധതി വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? നാഷണൽ ഹൈവേ വികസനം വേണ്ടാന്ന് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പം പൂർണ്ണതോതിലായില്ല, പക്ഷേ നമ്മുടെ വീടുകളിൽ തന്നെ ആ ഗ്യാസ് എത്താൻ പോകല്ലേ? പലയിടത്തും എത്തിയല്ലോ. അടുക്കളയിലെ ഗ്യാസിന് പകരം ഈ ഗ്യാസ് വരുമല്ലോ പൈപ്പിലൂടെ. അതിന് വിലയും കുറവാണല്ലോ. ഫാക്ടറികൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്നത് വേറെ. അപ്പോൾ ഓരോ പദ്ധതിയും നടപ്പാക്കേണ്ട സമയത്ത് നമുക്ക് നടപ്പാക്കണ്ടേ? ആ നടപ്പാക്കുന്നതിനെ ഏതെങ്കിലും ചില നിക്ഷിപ്ത താല്പര്യം വെച്ച് ചിലർ എതിർക്കാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിന് കൂടുതൽ വളം വെച്ചു കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുത്ത് നിൽക്കലാണോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? നേരത്തെ മാധ്യമങ്ങൾ ചെയ്തതല്ല. അപ്പം ആ കാര്യത്തിൽ ഒരു സ്വയം പരിശോധന മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവിടെ അടിച്ചിറക്കുന്ന വാക്കും നിറം നൽകി അവതരിപ്പിക്കുന്ന ദൃശ്യവും മാത്രമാണ് സത്യം എന്ന് വായനാ സമൂഹമോ അല്ലെങ്കിൽ പ്രേക്ഷക സമൂഹമോ വിശ്വസിക്കുന്ന കാലം പോയി. അങ്ങനെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന നിലയിലൂടെ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളുടെ കയ്യിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരവുമെന്ന് വിചാരിക്കുന്ന ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ അസത്യം പറഞ്ഞു സത്യവിരുദ്ധമായ പ്രതീതികൾ സൃഷ്ടിച്ചു എക്കാലവും മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടക്കം ഓഡിറ്റിംഗ് അത് മാധ്യമങ്ങളുടെ മേലെ നല്ലതുപോലെ വരികയാണ്. പല കാര്യങ്ങളിലും ജനങ്ങളുടെ ക്രോസ് ഓഡിറ്റിങ്ങിൻ്റെ പരിശോധനയും മാധ്യമങ്ങൾക്ക് മേലുണ്ട്. അത് കാണാതിരിക്കണം, അത് കാണാതിരുന്നുകൂടാ, അത് കാണണം നിങ്ങൾ. അത് കാണാതിരുന്നാൽ നിങ്ങളുടെ വിശ്വാസ്യതയാണ് തകരുക. വ്യാജ നിർമ്മിതികളാവരുത് മാധ്യമങ്ങളുടെ ധർമ്മം. ഓരോ വാർത്തയെയും എത്രത്തോളം ആഴത്തിലാണ് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സമീപിക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടും. അവയുടെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ, അതോ കേവലം കേട്ടെഴുത്ത് മാത്രമായി പത്രപ്രവർത്തനം ചുരുങ്ങുന്നുണ്ടോ എന്നത് വിലയിരുത്തപ്പെടണം. ശരിയായി റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്ന നിലയുണ്ടാകുന്നുണ്ടോ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അക്ഷരത്തെറ്റും വ്യാകരണ പിശകും ഒഴിവാക്കാനുള്ള സാവകാശം പോലും ഇല്ലാത്ത നിലയിലേക്ക് ബ്രേക്കിംഗ് ന്യൂസ് സംസ്കാരം വാർത്താ മാധ്യമങ്ങളെ കൂപ്പുകുത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും മാധ്യമ മേഖലയിലുള്ളവർ ചിന്തിക്കണം. ഒക്കെ ചിന്തിക്കേണ്ടത് മാധ്യമ മേഖലയിലുള്ളവർ തന്നെയാണ്. ആ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിവാദങ്ങളുടെയും വികാരങ്ങളുടെയും പുറകെ പോകുമ്പോൾ വിവരങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം.
മഹാമാരിയിൽപ്പെട്ട് ജനങ്ങൾ ഉഴലുന്ന കാലത്ത് പോലും പ്രതീക്ഷ നൽകുന്ന വാർത്തകളേക്കാൾ സ്തോഭജനകമായ വാർത്തകൾക്കാണോ മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത്? അതും പരിശോധിക്കപ്പെടുന്നു. എല്ലാവരെയും എല്ലാറ്റിനെയും വിമർശിക്കാൻ വ്യഗ്രതപ്പെടുമ്പോൾ ജനങ്ങളെ അറിയിക്കേണ്ടവ മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുന്നുണ്ടോ? ഇതും പരിശോധിക്കപ്പെടുന്നു. വിമർശനങ്ങളെ വേട്ടയാടലുകളായി ചിത്രീകരിക്കാനുള്ള വ്യഗ്രതയുണ്ടാകുന്നുണ്ടോ? യഥാർത്ഥ വേട്ടയാടലുകൾ കാണാതെ പോകുന്നുണ്ടോ? അതും പരിശോധിക്കപ്പെടുന്നു. ആരെ വിമർശിച്ചാലും തങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. ആരെ വേട്ടയാടിയാലും തങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല. ആർക്കെന്തു പറ്റിയാലും തങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഉറപ്പുവരുത്തുന്ന സങ്കുചിതമായ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം പരിണമിക്കുന്നുണ്ടോ? ആ കാര്യവും പരിശോധിക്കേണ്ടതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്ന് അംഗീകരിക്കുക. ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാലും അത് സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് കരുതുക. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്യുന്നതാണ് നീതിയുക്തമായ മാധ്യമപ്രവർത്തനം. ഈയൊരു ബോധ്യം നമ്മെ നയിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.